ഈ കാണുന്നത് മുത്താരംകുന്ന് റോഡ്, വാര്യപ്പടി മധുരപ്പാറ ജംഗ്ഷൻ, കുമാരമംഗലം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലെയും അതിർത്തിയിൽ കിടക്കുന്ന ഈ റോഡ് മുനിസിപ്പാലിറ്റി 3 വാർഡുകളിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. 1 വർഷം മുമ്പ് പണി പൂർത്തീകരിച്ച ഈ റോഡ് കാനകൾ പൂർത്തീകരിക്കാതെയും റോഡ് പണിയിലൂടെ അഴിമതികളുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പരാതികളും അന്വേഷണങ്ങളും നേരിടുന്ന ഈ റോഡ് കാൽനട യാത്രക്കാർക്ക് വരെ പ്രതിസന്ധികളാണ്. ലോ കോളേജിലേക്കുള്ള കുട്ടികൾ, അൽനസറിലേക്കുള്ള വിദ്യാർത്ഥിനികൾ, 600ഓളം കുടുംബക്കാർ താമസിക്കുന്ന ഈ റോഡിൻ്റെ ഗതി ഇന്ന് ഒരു സൈക്കിൾ യാത്രയ്ക്ക് വരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ്. പെരുമ്പിള്ളിച്ചിറ അൽനസർ കോളേജ്, മെഡിക്കൽ കോളേജിലേക്കും ഉള്ള വഴി കൂടിയാണിത്. ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് വെളിയിലിറങ്ങാൻ തന്നെ പേടിയാണ്. രാത്രിയായാലും പകലായാലും കറണ്ടില്ലാത്തത് വലിയൊരു വിഷയമാണ്. തൊടുപുഴ KSEBയുടെ കീഴിൽ ചില ഔഷധ തൈകൾ വളർത്തുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദിനംപ്രതി കാട് വെട്ടാനായിട്ട് മെയിൻ്റനൻസുകാർ ഇതിലെ വാഹനത്തിൽ പോകുന്നുണ്ടെങ്കിലും ഇതേ തൊടാറില്ല. വാദത്തിന് ഉപയോഗിക്കുന്ന ചിറ്റാമൃത് എന്ന ഔഷധ ചെടിയാണ് ഈ കേറി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത്. ദിനംപ്രതി ഒരു 50 പ്രാവശ്യമെങ്കിലും ഈ പ്രദേശത്ത് കരണ്ട് പോവുകയും വരികയും ചെയ്യും. മഴക്കാറ് കണ്ടാൽ പിന്നെ കരണ്ടും കാണില്ല. ചിലപ്പോൾ വോൾട്ടേജ് കുറവ്, വോൾട്ടേജ് കൂടുതൽ. നാളിതുവരെ എത്രയേറെ പരാതിപ്പെട്ടാലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കാലിലുണ്ടാകുന്ന മുട്ടുവേദന വാദനത്തിനും ഈ വാദക്കൊടുവേലി ചിറ്റാമൃത് വളരെ വിലപ്പെട്ട മരുന്നാണ്. ആരെങ്കിലും മരുന്നിനായി ഇതേ കയറി പിടിച്ചാൽ എന്നേക്കുമായി വാദം മാറിക്കിട്ടുന്നതും ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു അപകടാവസ്ഥയാണ്. വാർഡടിസ്ഥാനത്തിലുള്ള ചില വികസന കാര്യങ്ങൾക്ക് കൗൺസിലർമാർ തിരിഞ്ഞു നോക്കാറില്ല എന്നുമാണ് ജനങ്ങൾ പറയുന്നത്. കരണ്ടും വഴിയും വെള്ളവും മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. മഴക്കാലത്ത് ഇവിടെ വെള്ളം കൂടിപ്പോയി റോഡ് പുഴ പോലെ പോകുന്നതാണ് വിഷയം. വെള്ളക്കെട്ട് മുഖാന്തരം റോഡിന്റെ സംരക്ഷണ ഭിത്തി വരെ ഇടിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുവട്ടിൽ വെള്ളം കെട്ടിനിടന്ന് ഈ പോസ്റ്റ് എപ്പോൾ വേണമെങ്കിലും നിരംപരിശാഹാവുന്ന രീതിയിൽ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതിന് സംരക്ഷണമായി കെട്ടിയിരിക്കുന്ന കമ്പി വരെ ലൂസാണ്. വീതി കുറഞ്ഞ കൊടുംവളവിൽ ഇത് വലിയ ഒരു അപകടാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ താഴോട്ട് കുറച്ചുകൂടി പോയാൽ ലോ കോളേജിൻ്റെ മുൻവശം തീർത്തും വെള്ളക്കെട്ടും വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത്. മഴക്കാലത്ത് ഉറവ കൊണ്ടും ചിലപ്പോൾ പൈപ്പ് പൊട്ടിയും തോടായി മാറുന്ന ഈ റോഡിന് ശാശ്വത പരിഹാരമില്ല. വാർഡ് കൗൺസിലറെ നിരവധി പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം ഉണ്ടാകും എന്നു പറയുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് ഒരു മാർഗവും കണ്ടെത്താൻ പറ്റാതെ നാട്ടുകാർ, നിരവധി കോളേജ് കുട്ടികൾ കാൽച്ചുവട് വെച്ച് നടന്നു പോകാൻ മാർഗമില്ലാത്ത പ്രതിസന്ധികളാണ് ദിനം പ്രതി ഇവിടെ വഷളായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് മുത്താരംകുന്നിൽ നിന്നും KK വിജയൻ.